ഇസ്രയേലിനെതിരെ ആയുധ ഉപരോധമടക്കം ഏർപ്പെടുത്തണമെന്ന് യൂറോപ്യൻ യൂണിയനോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസ്. ഗാസയിലെ വംശഹത്യയ്ക്കും പലസ്തീനികൾക്ക് നേരെയുള്ള ഇസ്രയേലിന്റെ ആക്രമണങ്ങൾക്കുമെതിരെയാണ് ഈ ആവശ്യം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. കൗൺസിലിന്റെ നിലപാട് മനുഷ്യാവകാശങ്ങളിലും അന്താരാഷ്ട്ര നിയമങ്ങളിലും അധിഷ്ഠിതമാണെന്ന് WCCയുടെ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള പലസ്തീനിലെയും ഇസ്രയേൽ അധിനിവേശ പ്രദേശങ്ങളിലെയും എക്യുമെനിക്കൽ അക്കോംപാനിമെന്റ് പ്രോഗ്രാമിന്റെ പ്രാദേശിക കോർഡിനേറ്റർ ഇസ്കന്ദർ മജൽട്ടൻ പ്രസ്താവനയിൽ പറഞ്ഞു. മേഖലയിലെ ആക്രമണങ്ങളും അതിശക്തമായ കാഴ്ചപ്പാടുകളും കൗൺസിലിനെ വളരെ അധികം ഞെട്ടിച്ചുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അപൂർവമായ മാനുഷിക ദുരന്തത്തെയാണ് ഗാസ ഇപ്പോൾ അഭിമുഖീകരിക്കുന്നത്. ആക്രമണത്തിന്റെ ദുരന്തചക്രം 2023 ഒക്ടോബറിൽ ആരംഭിച്ചതല്ല, മറിച്ച് പതിറ്റാണ്ടുകളായി നിലനിൽക്കുന്ന അധിനിവേശത്തിന്റെയും ഗാസയിൽ ഏർപ്പെടുത്തിയ ഉപരോധത്തിന്റെയും വ്യവസ്ഥാപിത അസമ്മതത്തിന്റെയും ഫലമാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനുവരി മുതൽ ഗാസയിൽ അന്താരാഷ്ട്ര മാനുഷിക സഹായ ഗ്രൂപ്പുകളുടെ ലൈസൻസ് റദ്ദാക്കുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് WCCയുടെ പ്രസ്താവന വരുന്നത്. സഹായ ഗ്രൂപ്പുകളെ നിയന്ത്രിക്കുന്ന നടപടി ജീവൻ രക്ഷാ സഹായം ജനങ്ങളിലേക്ക് എത്തുന്നത് തടസ്സപ്പെടുത്തുമെന്ന് യൂറോപ്യൻ യൂണിയൻ ഹ്യൂമൻ റൈറ്റ്സ് മേധാവി ഹഡ്ക ലഹ്ബീബ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രയേലിന്റെ ഈ പ്രഖ്യാപനം സംഘടനകളുടെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കുമെന്ന് നിരവധി NGOകളും പറഞ്ഞു. ഗാസയിലേക്ക് എത്തുന്ന സഹായത്തിന്റെ അളവ് ഇതിനകം തന്നെ അപര്യാപ്തമാണെന്നും സംഘടനകൾ കൂട്ടിച്ചേർത്തു. ഗാസയിലെ സാഹചര്യം ദുരന്തകരമായ തലത്തിൽ എത്തിയിട്ടുണ്ടെന്നും കഠിനമായ ശൈത്യകാല സാഹചര്യങ്ങൾ പ്രതിസന്ധിയെ കൂടുതൽ സങ്കീർണമാക്കുന്നുവെന്നും സ്വിസ് ഫെഡറൽ വിദേശകാര്യ വകുപ്പ് ബുധനാഴ്ച പറഞ്ഞിരുന്നു. ഗാസയിലേക്ക് മാനുഷിക സഹായം ലഭ്യമാക്കുന്നതിനായി കൂടുതൽ ക്രോസിംഗുകൾ തുറക്കാനും സ്വിസ് വിദേശകാര്യമന്ത്രി ഇഗ്നാസിയോ കാസിസ് ഇസ്രയേൽ അധികൃതരോട് ആവശ്യപ്പെട്ടു. ബ്രിട്ടൻ, കാനഡ, ഡെൻമാർക്ക്, ഫിൻലാൻഡ്, ഫാസ്, ഐസ്ലാൻഡ്, ജപ്പാൻ, നോർവേ, സ്വീഡൻ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി സമാനമായ പ്രസ്താവന പുറത്തിറക്കിയതിന് പിന്നാലെയാണ് ഇതുമെത്തുന്നത്. ഒക്ടോബറിൽ നിലവിൽ വന്ന വെടിനിർത്തൽ കരാർ പ്രകാരം ഒരു ദിവസം 600 സഹായ ട്രക്കുകളെ കടത്തിവിടാൻ വ്യവസ്ഥയുണ്ടായിരുന്നു. എന്നാൽ 100 മുതൽ 300 വരെ ട്രക്കുകൾ കടത്തിവിടാൻ മാത്രമേ ഇസ്രയേൽ അനുവദിക്കുന്നുള്ളൂ. എന്നാൽ അധിനിവേശ ശക്തി എന്ന നിലയിൽ പലസ്തീനുകളുടെ അതിജീവനത്തിനാവശ്യമായ അവശ്യ വസ്തുക്കൾ ലഭ്യമാക്കുമെന്ന് ഉറപ്പാക്കേണ്ടത് ഇസ്രയേലിന്റെ നിയമപരമായ ബാധ്യതയാണെന്ന് ഒക്ടോബർ 22 പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ ഇസ്രയേൽ ICJ ഉത്തരവിട്ടിരുന്നു. അതേസമയം ദുരിതമനുഭവിക്കുന്ന ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തുർക്കിയിലെ പ്രധാന നഗരമായ ഇസ്താംബൂളിൽ കൂറ്റൻ റാലിയും സംഘടിപ്പിച്ചിരുന്നു. ഗാസയിലെ ഇസ്രയേൽ വംശഹത്യയെ അപലപിച്ചും വെടിനിർത്തൽ ആശ്വാസം നൽകിയെന്ന അവകാശവാദങ്ങളെ തള്ളിപ്പറഞ്ഞും ലക്ഷക്കണക്കിന് ആളുകളാണ് വ്യാഴാഴ്ച നടന്ന മാർച്ചിലും പ്രതിഷേധത്തിലും പങ്കെടുത്തത്. പലസ്തീൻ തുർക്കി പതാകകൾ വീശിയാണ് കനത്ത തണുപ്പിനെ അവഗണിച്ചും മാർച്ചിനായി എത്തിയത്. നഗരത്തിലെ ചരിത്രപ്രധാനമായ ഗലാറ്റ പാലത്തിൽ ഒത്തുകൂടുകയും ചെയ്തു. ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചതിനു ശേഷം തുർക്കി കണ്ട ഏറ്റവും വലിയ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളിലൊന്നായി റാലിയെ മാറ്റാൻ നിരവധി പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബുകൾ ആരാധകരോട് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, സ്വീഡനിൽ പുതുവത്സരാഘോഷങ്ങൾ റദ്ദാക്കി ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് റാലി നടത്തിയതും ശ്രദ്ധേയമായിരുന്നു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.